ഒരുപാട് പേരുടെ ഫേവറേറ്റ് പെർഫ്യൂംസിൽ ഒരെണ്ണമാണ് അജ്മൽ മസ്ക് റിജാലി അല്ലെങ്കിൽ അജ്മൽ മസ്ക് സിൽക്ക്. സോ അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലേറ്റർസോറിലെ ഒരു പെർഫ്യൂമാണ് ലേറ്റർസോർ സിൽക്ക് മസ്ക് എന്നുള്ളത്. സോ ഈ സിൽക്ക് മസ്ക് എന്നുള്ളത് മസ്ക് സിൽക്കിനെ തിരിച്ചിട്ടൊന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഇത് പെർഫ്യൂമാണ്. 8 ml. സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. വെരി ലൗഡ് ഫ്രാഗ്രൻസ് ആണ്, നല്ലോണം സ്പ്രെഡ് ആവും. അപ്പോൾ ലൗഡ് ഇൻ ദ സെൻസ് ഞാൻ പെർഫോമൻസിലാണ് പറഞ്ഞത്, ഫ്രാഗ്രൻസിലല്ല. ഫ്രാഗ്രൻസ് എന്താ പറയുക, വളരെ നമ്മുടെ ശരീരത്തിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പൗഡറി ആംബർ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അതായത് ഓപ്പണിങ്ങിൽ നമുക്കൊരു പൗഡറി നോട്ട്സ്, പിന്നെ ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ്, പിന്നെ ഒരു ആംബർ ടച്ച്, ആ ഒരു സ്മോക്കി ആംബർ ആയിട്ട്. പക്ഷെ ആ പൗഡറി ആൻഡ് ആംബറിയാണ് ഇതിൽ കൂടുതലായിട്ടും വരിക. വളരെ പ്ലീസിങ് ആണ്, യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ലൊരു എലഗൻറ്റ് ഫീൽ തരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഇതിനെ ഇൻസ്പയർഡ് ആയിട്ട് പല ഫ്രഞ്ച് പെർഫ്യൂംസും വരുന്നുണ്ട്. അത് നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്കൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. വേറെയും പല പെർഫ്യൂംസ് ഇതിനെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു മിഡിൽ ഈസ്റ്റ് വൈബ് തരുന്ന പെർഫ്യൂമൊന്നുമല്ല. പിന്നെ ഒരുപാട് ആരാധകരുള്ള സാധനമാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് കോമൺ ആണ്. ഇവിടെ നമ്മുടെ ഈ മലബാർ സൈഡിലൊക്കെ ഇത് കുറച്ചൊരു കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട് സ്മെല്ല്. നമ്മൾ പുറത്തൊക്കെ പോയാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക നല്ല ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു എന്താ പറയുക ഒരു വൃത്തിക്ക് നടക്കുന്ന ഒരാളടുത്ത് കൂടി ജസ്റ്റ് പാസ് ചെയ്താൽ ഈ ഒരു സ്മെല്ല് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ലൊരു ജർമ്മൻ ലക്ഷറി കാർന്നൊക്കെ ഇറങ്ങുന്ന ആളടുത്ത് കൂടി ഒന്ന് പോയാലും ഈ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ലേഡീസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എനിക്കിതിൻ്റെ ഫ്രാഗ്രൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് മസ്ക് സിൽക്കാണോ യൂസ് ചെയ്തത് എന്നുള്ളത്. ചിലർ അത്ഭുതത്തോട് അതെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറയും അത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് എന്നും പറഞ്ഞിട്ട്. പിന്നെ ചിലരെ നമ്മൾ തളർത്തില്ല, കാരണം അതിൻ്റെ പെർഫ്യൂമിന് ഓയിലിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. ഇത്രയും വില കൊടുത്തൊരു സാധനം വാങ്ങിയിട്ട് പെട്ടെന്ന് നമ്മളത് ക്യാച്ച് ചെയ്യുമ്പോൾ ചിലർക്കത് ഒരു സങ്കടം ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും അതാണ് സാധനം. സിൽക്ക് മസ്ക് എന്നാണ് നമ്മുടെ ബ്രാൻഡിൽ പേര് വിടുന്നത്. ഇത് അതിൻ്റെ തന്നെ ഒറിജിനൽ ഓയിൽ വെച്ചിട്ട് ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. ഇത് ഡൂപ്പും കാര്യങ്ങളൊന്നുമല്ല, ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഓയിലാണ്, കളർലെസ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇതിൽ വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 or 360 ആണ്. 360 or 350 എന്തായാലും കൺഫ്യൂസിങ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം പ്രൈസ് എത്രയാണെന്നുള്ളത്. 350 ആണ് തോന്നുന്നു. ഓക്കെ, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തന്നെ ഒരു ഫാമിലി ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൈസൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയണത്. അല്ലെങ്കിൽ ഫുൾ റെഫർ ചെയ്തിട്ടേ പറയുള്ളൂ. നമ്മുടേതാകുമ്പോൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. ഇങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉള്ളത് ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയെന്നുള്ളത് പിടുത്തം കിട്ടില്ല. എല്ലാത്തിനും ഒരു പ്രൈസ് കൊണ്ടുപോയി ഇടാനും പറ്റില്ല. കാരണം പലതും എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാകുമ്പോൾ അതിൻ്റെ രീതിയിൽ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ എന്തായാലും വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 10+ hours ഇതിനെ ഫ്രാഗ്രൻസ് നിൽക്കും. ആദ്യത്തെ ഒരു 4 hours പ്രൊജക്ഷനും ഉണ്ട്. അപ്പോൾ നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു പൗഡറി ആംബർ ഫ്രാഗ്രൻസ് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് സിൽക്ക് മസ്ക്.